ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23 അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. രാഷ്ട്രീയ കേരളം വലിയ ചൂടേറിയ ചർച്ചകളിലൂടെ നടന്നു നീങ്ങുകയാണ്. സത്യമെന്ന് പറഞ്ഞ് അംഗീകരിക്കാനോ വ്യാജമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ സാധിക്കാതിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ നാം ആരെയും വിധിക്കാൻ യോഗ്യരല്ല. ക്രിസ്തു മാതൃകയും അതുതന്നെയാണല്ലോ. പാപിനിയായ സ്ത്രീയെ സമൂഹം ഒറ്റക്കെട്ടായി വിചാരണ ചെയ്യണമെന്ന് അവനോട് ആവശ്യപ്പെട്ടപ്പോഴും കരുണ എന്ന് എഴുതാൻ മാത്രമല്ലേ ഗുരുവിന് സാധിച്ചുള്ളൂ. അതുകൊണ്ടല്ലേ അവനും അവസാനം പറഞ്ഞത്, ആരും നിന്നെ വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു ഫരിസേയരെയും നിയമജ്ഞരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മോട് ഈ ദുഷ്ടസന്തതികളെ പോലെ ആകരുത് എന്ന് പറയുകയാണ്. അവിടുന്ന് നമുക്ക് നൽകുന്നത് ശക്തമായ ഒരു താക്കീതാണ്. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ പുറം മോടിയിലല്ല, അകത്താണ് കാര്യം. അതേ പ്രിയരെ, ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നോടും നിങ്ങളോടും പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ അകം ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. ചീഞ്ഞളിഞ്ഞ ഹൃദയമാണ് നമ്മുടെ ഹൃദയം. ഈ ചീഞ്ഞളിഞ്ഞ ഹൃദയത്തിന് വേണ്ടി ആയിരുന്നില്ല ക്രിസ്തു മുറിയപ്പെട്ടതും പീഡകൾ സഹിച്ചതും ഒടുവിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതും. മലയിലെ പ്രഭാഷണത്തിൽ അവിടുന്ന് പറഞ്ഞ സൗഭാഗ്യങ്ങളിൽ ദൈവത്തെ കാണാൻ നമുക്ക് വേണ്ട മാനദണ്ഡമായി അവിടുന്ന് നിശ്ചയിച്ചത് ഹൃദയശുദ്ധിയാണല്ലോ. ഹൃദയം ലളിതവും നിർമ്മലവും കളങ്കരഹിതമായവരെ കുറിച്ച് സുവിശേഷ ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നു. എന്തെന്നാൽ സ്നേഹിക്കാവുന്ന, സ്നേഹത്തെ ഉപദ്രവിച്ചേക്കാവുന്ന, ബലഹീനതപ്പെടുത്തിയേക്കാവുന്ന, അപകടത്തിൽ എത്തിക്കാവുന്ന ഒന്നും കൈകൊള്ളുന്നില്ല. ബാഹ്യ മൂടികൾക്കപ്പുറം യഥാർത്ഥത്തിൽ നാം തേടേണ്ടതും അപേക്ഷിക്കേണ്ടതുമായി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ ചിത്രീകരിക്കുവാനാണ് ഹൃദയമെന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നത്. 1 സാമുവേൽ 16:7. മനുഷ്യർ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹോസിയ പ്രവാചകൻ 2:16. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ജെറമ്യാ പ്രവാചകൻ 31:33. അവിടുന്ന് അവിടുത്തെ നിയമം ഹൃദയങ്ങളിൽ എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് പുതിയ ഹൃദയം തരുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഇരിപ്പിടമെന്ന് പറയുന്നത് ഹൃദയത്തെയാണ്. എന്താണ് ഹൃദയശുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ പ്രവൃത്തികളിൽ നാം മനസ്സ് വയ്ക്കുമ്പോൾ ആ മനസ്സിൻ്റെ ഉദ്ദേശ്യങ്ങളെയും ആ ഉദ്ദേശ്യങ്ങളുടെ പരിശുദ്ധിയെയും കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈ അഷ്ടസൗഭാഗ്യം നമുക്ക് നൽകുന്നത്. ഹൃദയമില്ലാതെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതിനാൽ തന്നെ വ്യർത്ഥമാണ്. ഹൃദയത്തെ മനസ്സിലാക്കുന്ന, രഹസ്യങ്ങളെ അറിയുന്ന ദൈവം ഹൃദയത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പ്രബോധനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കാൻ പരിശുദ്ധമായ ഹൃദയം നമ്മിലുണ്ടാകണം. പരിശുദ്ധി എന്നത് ഒരാളുടെ നേട്ടങ്ങളെയോ കുറവുകളെയോ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത്. അതിനുദാഹരണമാണ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ചെന്ന ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിന് മുമ്പിൽ നിരത്തി പൂജയർപ്പിക്കുമ്പോൾ ചുങ്കക്കാരൻ തൻ്റെ ബലഹീനതകളെ നിരത്തി ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുന്നിൽ താൻ അയോഗ്യനാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് പൂജയർപ്പിക്കുന്നു. നാം ഏതവസ്ഥയിലായിരുന്നാലും കാരുണ്യവാനായ ദൈവത്തിന് നമ്മെ സ്വീകരിക്കുവാൻ കഴിയും. പക്ഷേ ഫരിസേയൻ്റെ മനോഭാവത്തോടെ നാം നമ്മുടെ അവസ്ഥയെ അംഗീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റുപറച്ചുകളേക്കാൾ കൂടുതൽ ദൈവം വില നൽകുന്നത് ദൈവത്തെ ആശ്രയിച്ച് ഇടുങ്ങിയ പാതയിലൂടെ യാത്ര ചെയ്യുന്ന വിനയഭാവത്തെയും ആത്മാർത്ഥതയുമാണ്. ഫരിസേയർ തങ്ങളുടെ പ്രവൃത്തികളെ അഹങ്കാരമുള്ള ഹൃദയത്തോടെ തുറന്നു കൊടുക്കുമ്പോൾ ചുങ്കക്കാരൻ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന വിനയത്തോടെ തന്നെ തുറന്നു കാട്ടുന്നു. അതുകൊണ്ട് ദൈവം ചുങ്കക്കാരൻ്റെ പരിശുദ്ധി നിറഞ്ഞ പശ്ചാത്താപത്തിൽ ഉയർന്ന പ്രാർത്ഥനയിൽ സംപ്രീതനാകുന്നു. പ്രാർത്ഥനയും പ്രവർത്തനവും രണ്ടല്ല, അവ ഒരുമിച്ച് സംയോജിപ്പിക്കപ്പെടേണ്ടവയാണ്. അങ്ങനെയല്ലെങ്കിൽ
യേശയ്യാ പ്രവാചകൻ അന്ന് പറഞ്ഞതുപോലെ ഈ ജനം അധരം കൊണ്ട് എന്നെ ആരാധിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന പ്രവചനം നമ്മിലും അന്വർത്ഥമാക്കപ്പെടും. ദൈവത്തെയും സഹോദരരെയും കേവലം വാക്കുകളിലൂടെ അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹൃദയമാണ് നിർമ്മല ഹൃദയം. ഇതിന് ദൈവത്തെ കാണാനാവും. തൻ്റെ സ്നേഹഗീതത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഇപ്പോൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി നാം കാണുന്നു, എന്നാൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അളവനുസരിച്ച് നാം മുഖാഭിമുഖം കാണും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്നവയിൽ നിന്നെല്ലാം ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക. അതാണ് വിശുദ്ധി. കേവലം വാക്കുകളിലൂടെ അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിലാണ് നിർമ്മല ഹൃദയം അടങ്ങിയിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പ്രബോധിപ്പിക്കുന്നു. സ്നേഹം ഉണ്ടെന്ന് പറയുകയും എന്നാൽ ഒട്ടിയ വയറുമായി നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന വ്യക്തിയുടെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹൃദയം നിർമ്മലമാണോ എന്ന് ആവർത്തിച്ച് ചിന്തിക്കുവാനും ഈ പ്രബോധനം നമ്മെ ക്ഷണിക്കുന്നു. ആത്മാർത്ഥമായ സ്നേഹമുള്ളവർക്ക് മാത്രമേ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും അപരൻ്റെ വേദനകളെ അതേ തീവ്രതയോടെ മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ വിശപ്പനുഭവിക്കുന്നവനെയും വിവസ്ത്രനെയും തടവുകാരനെയും രോഗിയെയും അവൻ്റെ വേദനകളോടുകൂടി മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുന്നതിനായി കരങ്ങൾ ഉയർത്തുവാനും കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് കണ്ണാടിയിലൂടെയല്ല മുഖാഭിമുഖം സ്വന്തം കണ്ണുകൾ കൊണ്ട് വ്യക്തമായി മനുഷ്യരെ കാണുന്നവരെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. മനുഷ്യൻ്റെ നോവുകളെ വ്യക്തമായി കാണുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മിൽ നിർമ്മല ഹൃദയമുണ്ടെന്ന് വിശ്വസിക്കാം. മറ്റുള്ളവരെ നമുക്ക് മനുഷ്യരായി പരിഗണിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മിൽ നിന്നും നിർമ്മല ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം. നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തെയും മനുഷ്യരെയും പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.